ഏഷ്യയിലെ അതിസമ്പന്ന രാജ്യമായ ഹോങ്കോങ്ങിൽ 3 ലക്ഷത്തോളം മുസ്ലിങ്ങൾ താമസിക്കുന്നു. ഹോങ്കോങ്ങിലെ ജനസംഖ്യയുടെ 4% ഇപ്പോൾ മുസ്ലിങ്ങളാണ്. ഹോങ്കോങ്ങിലെ മുസ്ലിങ്ങൾ കൂടുതലും സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ്. വിദേശങ്ങളിൽ നിന്ന് കുടിയേറിയ മുസ്ലിങ്ങൾക്ക് പുറമെ 12,000-ഓളം ഹോങ്കോങ് വംശജർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ആദ്യമായി ഹോങ്കോങ്ങിൽ ഇസ്ലാം മതം എത്തിച്ചേർന്നത് ചൈനയിൽ നിന്നാണ്. എങ്കിലും ഇപ്പോൾ ഇന്തോനേഷ്യക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. 1.5 ലക്ഷത്തോളം ഇന്തോനേഷ്യൻ വംശജരായ മുസ്ലിങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. കൂടുതലും ഫീമെയിൽ ഡൊമസ്റ്റിക് വർക്കേഴ്സാണ്. പണ്ടുകാലത്ത് ഹോങ്കോങ് ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അന്നത്തെ കാലത്ത് ധാരാളം ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും ഇവിടെ സെറ്റിൽ ചെയ്തു. ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്നവരും വ്യാപാരികളും ഇവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ഹോങ്കോങ്ങിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളോട് സ്വാഗതത്തോടു കൂടിയാണ് നാട്ടുകാർ പെരുമാറിയത്. പള്ളിയുണ്ടാക്കാൻ സ്ഥലം വിട്ടുകൊടുക്കുകയും മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ മക്ബറകൾ അനുവദിക്കുകയും ചെയ്തത് ഹോങ്കോങ് ഗവൺമെൻറ്റിൻ്റെ പോളിസിയായിരുന്നു. ബ്രിട്ടീഷുകാർ പ്രൊട്ടസ്റ്റൻസ് ആയതുകൊണ്ട് മുസ്ലിങ്ങളോട് അനുഭാവം കാണിക്കില്ല എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. ഏഷ്യക്കാർ ബാക്ക്വേർഡ് ആണെന്നും അവരെ സഹായിക്കുക തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും ബ്രിട്ടീഷുകാർ വിശ്വസിച്ചു വന്നു. ഇപ്പോൾ ഹോങ്കോങ്ങിൽ എവിടെ നോക്കിയാലും ഹലാൽ റെസ്റ്റോറൻറ്റുകൾ കാണാം. ഈ ചെറിയ രാജ്യത്തിൽ 70ഓളം ഹലാൽ സർട്ടിഫൈഡ് റെസ്റ്റോറൻറ്റുകൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ഹോങ്കോങ് ഷാങ്ഹായ് ബാങ്കിംഗ് കോർപ്പറേഷൻ ഈ രാജ്യത്തിൽ ഇസ്ലാമിക് ബാങ്കിംഗ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്കിലും ഇതുവരെ ഇത് പ്രാവർത്തികമായിട്ടില്ല. മുസ്ലിങ്ങൾക്ക് പലിശരഹിത ബാങ്കിങ്ങിൽ വലിയ വിശ്വാസമാണെങ്കിലും ലോകമെമ്പാടും ബാങ്കിംഗ് വ്യവസായവും ഫൈനാൻസ് മേഖലയും പ്രവർത്തിക്കുന്നത് പലിശയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ പലിശരഹിത ബാങ്കിംഗ് പ്രായോഗികമായി നടപ്പാക്കാൻ പ്രയാസമുള്ളതും എന്നാൽ ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രം ചില രാജ്യങ്ങൾ ഇങ്ങനെ ചെയ്യുകയും നമുക്ക് കാണുവാൻ പറ്റുന്നത്. അതുപോലെ മുസ്ലിങ്ങളുടെ ആൽക്കഹോൾ വിരോധവും പ്രായോഗികമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ടൂറിസം വികസിക്കുവാൻ ആൽക്കഹോൾ അനുവദിക്കുക ആവശ്യമാണെന്ന് മിക്കവാറും എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വിരലിലെണ്ണാവുന്ന മുസ്ലിം രാജ്യങ്ങൾ മാത്രം മദ്യനിരോധനത്തിന് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഹോങ്കോങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മദ്രസകളും ഇസ്ലാമിക് സ്കൂളുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് ദാർവുഡ് പൗ മെമ്മോറിയൽ സ്കൂൾ അറിയപ്പെടുന്ന ഒരു മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനമാണ്. മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ വേണ്ടി ഹോങ്കോങ് ഒരു പ്രത്യേക ടൂറിസ്റ്റ് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. ഹാവ് ഹലാൽ വിൽ ട്രാവൽ എന്നാണ് ഈ ട്രാവൽ പാക്കേജിൻ്റെ പേര്. ഇത് നടപ്പാക്കിയതിനു ശേഷം സൗദി അറേബ്യ, തുർക്കി തുടങ്ങിയ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ടൂറിസ്റ്റുകൾ ഹോങ്കോങ്ങിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹോങ്കോങ്ങിലെ പള്ളികളിൽ ജുമാ നമസ്കാരം 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുവാൻ പുരോഹിതന്മാർ താല്പര്യം കാണിക്കുന്നു. അതിന് കാരണം പല ഓഫീസുകളിലും 30 മിനിറ്റ് മാത്രമേ ഉച്ചഭക്ഷണത്തിന് ഒഴിവ് കൊടുക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിക്കുന്ന ജുമാ പ്രാർത്ഥനകളിൽ വലിയ താല്പര്യമാണ്. അത്തരം പള്ളികളിൽ തിരക്ക് കൂടുതലുള്ളതും കേരളത്തിൽ കാണാറുണ്ട്. ഇപ്പോൾ ഹോങ്കോങ്ങിൽ 6 വലിയ മുസ്ലിം പള്ളികളുണ്ട്. അതിനു പുറമെ ധാരാളം പ്രാർത്ഥനാമുറികളും അപ്പാർട്ട്മെൻറ്റുകളിലും ഓഫീസ് കോംപ്ലക്സുകളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഹോങ്കോങ്ങിലെ അന്തർദേശീയ വിമാനത്താവളത്തിനുള്ളിൽ ഒരു മുസ്ലിം പ്രാർത്ഥനാമുറിയുണ്ട്. അതുപോലെ സിറ്റി യൂണിവേഴ്സിറ്റിയിലും ഒരു പ്രാർത്ഥനാമുറിയുണ്ട്. ഹോങ്കോങ്ങിലെ മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട സംഘടനയാണ് ഇൻകോർപ്പറേറ്റഡ് ട്രസ്റ്റീസ് ഓഫ് ഇസ്ലാമിക് കമ്മ്യൂണിറ്റി ഫണ്ട് ഓഫ് ഹോങ്കോങ്. ഈ സംഘടനയാണ് മതപരമായ ചടങ്ങുകളും പള്ളികളുടെ നടത്തിപ്പും കോർഡിനേറ്റ് ചെയ്യുന്നത്. സിംഗപ്പൂർ കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നവും ആധുനികവുമായ നഗരമാണ് ഹോങ്കോങ്. ഇന്ത്യയുടെ 28 ഇരട്ടിയാണ് ആളോഹരി വരുമാനം. അതുകൊണ്ട് ധാരാളം ഇന്ത്യക്കാർ ഹോങ്കോങ്ങിൽ പോവുകയും സമ്പന്നരാകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 35,000-ഓളം ഇന്ത്യക്കാർ ഹോങ്കോങ്ങിൽ താമസിക്കുന്നു. ഹോങ്കോങ് ഒരു സിറ്റി സ്റ്റേറ്റ് ആണ്. ഒരു നഗരം ഒരു രാഷ്ട്രമായി മാറുമ്പോൾ അതിനെ സിറ്റി സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. വത്തിക്കാൻ സിറ്റിയും സിംഗപ്പൂരും ഒക്കെ സിറ്റി സ്റ്റേറ്റുകളാണ്. 75 ലക്ഷം ജനങ്ങൾ മാത്രമേ ഈ കൊച്ചു രാജ്യത്തിൽ താമസിക്കുന്നുള്ളൂ. സിംഗപ്പൂരിൻ്റെയും ജപ്പാന്റെയും മധ്യത്തിലാണ് ഹോങ്കോങ്ങിൻ്റെ സ്ഥാനം. ഹോങ്കോങ്ങിലുള്ള ഇന്ത്യക്കാർ കൂടുതലും ബാങ്ക് ഉദ്യോഗസ്ഥന്മാരും കമ്പനി എക്സിക്യൂട്ടീവ്സും വ്യാപാരികളുമാണ്. വജ്ര വ്യാപാരത്തിൽ ഇന്ത്യക്കാർ ധാരാളമായി ഏർപ്പെട്ടിരിക്കുന്നു. ഈ മേഖലയിൽ ഇന്ത്യക്കാർക്ക് കുത്തകയുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ധാരാളം ബ്രാഞ്ചുകൾ ഹോങ്കോങ്ങിൽ കാണുവാൻ പറ്റും. ഇന്ത്യക്കാർ ടൈലറിംഗ് ഷോപ്പുകൾ നടത്തുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. 75ഓളം ഇന്ത്യൻ ടൈലറിംഗ് ഷോപ്പുകൾ ഹോങ്കോങ് നഗരത്തിലുണ്ട്. ബിസിനസ്സുകാർ എല്ലാവരും ഭംഗിയുള്ള സ്യൂട്ട് ധരിക്കണമെന്ന് ഹോങ്കോങ്ങിൽ നിർബന്ധമുള്ളതുകൊണ്ട് ടൈലറിംഗ് ബിസിനസ് ഒരു വൻകിട ബിസിനസ്സായി കണക്കാക്കപ്പെടുന്നു.
നന്നായി വസ്ത്രം ധരിക്കുന്നവർക്ക് മാത്രമേ ബിസിനസ്സിൽ മുന്നേറുവാനും ഹോങ്കോങ്ങിലെ വൻകിട വ്യാപാരികളുമായി ഇടപഴകുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സ്യൂട്ട് ധരിക്കണമെന്ന് എല്ലാ ബിസിനസ്സുകാരും നിർബന്ധം പിടിക്കുന്നത്. ഹോങ്കോങ്ങിലെ എല്ലാ ഇന്ത്യക്കാരും വൈറ്റ് കോളർ ജോലികളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. തൊഴിലാളികളായ ഇന്ത്യക്കാരെ ഹോങ്കോങ്ങിൽ കാണുവാൻ പറ്റുകയില്ല. തൊഴിലാളികൾ കൂടുതലും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമാണ്. ഹോങ്കോങ്ങിൽ മാത്രമല്ല, ഇന്തോനേഷ്യ, ജപ്പാൻ തുടങ്ങിയ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യക്കാർക്ക് ഉയർന്ന സ്ഥാനമാണ്. ഇന്ത്യക്കാർ ഉയർന്ന വിജ്ഞാനമുള്ളവരും സാങ്കേതിക ജ്ഞാനമുള്ളവരും ആണെന്ന് കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ ഒരു അഭിപ്രായം പരന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കാരെ താഴ്ന്ന ജോലികളിൽ അവർ വെക്കാറില്ല. കടുത്ത ചൂടുള്ള ഹോങ്കോങ്ങിൽ കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും ഇട്ട് നടക്കുന്നത് തീരെ സുഖപ്രദമല്ല. എങ്കിലും ബിസിനസ്സുകാർ ഈ തരത്തിൽ വേഷം ധരിക്കുവാൻ നിർബന്ധിതരാകുന്നു. ബ്രിട്ടീഷുകാർ പണ്ട് ഭരിച്ച ഈ രാജ്യത്തിൽ യൂറോപ്പിലെ തണുപ്പുള്ള അന്തരീക്ഷത്തിന് യോജിച്ച വസ്ത്രം തന്നെ ധരിക്കണമെന്ന് ബിസിനസ് മേഖലയിലുള്ളവർ ശാഠ്യം പിടിക്കുന്നത് ആ തരത്തിലുള്ള ഒരു സംസ്കാരം ഇവിടെ നിലവിലുള്ളതുകൊണ്ടാണ്. എയർ കണ്ടീഷൻഡ് ഓഫീസിൽ നിന്ന് എയർ കണ്ടീഷൻ കാറിലേക്ക് ധൃതിയിൽ കയറുകയും എയർ കണ്ടീഷനിംഗ് ഉള്ള ഷോപ്പുകളിൽ മാത്രം സന്ദർശനം നടത്തുകയും ചെയ്യുക വഴി ചൂടിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ ഷോപ്പുകളും എയർ കണ്ടീഷൻഡ് ആണ്. കാലാവസ്ഥയ്ക്ക് യോജിക്കാത്ത ഈ വേഷവിധാനം ഹോങ്കോങ്ങിലെ ബിസിനസ്സുകാർക്ക് വലിയ അസൗകര്യം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ കാലാവസ്ഥയ്ക്ക് അനുകൂലമായി മാത്രമേ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ എന്ന് കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും ഇട്ട് കേരളത്തിൽ ഇറങ്ങി നടന്നാൽ നാട്ടുകാർ കുഞ്ഞാപ്പൂ എന്ന് വിളിച്ച് കളിയാക്കും. അതുകൊണ്ട് കേരളത്തിലെ വൻകിട ബിസിനസ്സുകാരൊക്കെ മുണ്ടെടുക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. പാൻസ് ഇടുന്നവർ വെറും ജീവനക്കാർ മാത്രമാണെന്നും മുണ്ടെടുക്കുന്നവരാണ് വലിയ ബിസിനസ്സുകാരും രാഷ്ട്രീയ നേതാക്കന്മാരും തുടങ്ങിയവരൊക്കെ എന്നും മലയാളികൾ ധരിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുണ്ടെടുത്തവർക്ക് മാത്രം കേരളത്തിൽ സ്റ്റാറ്റസ് ഉണ്ടാവുന്നതും പാൻസ് എടുക്കുന്നവർ രണ്ടാം കിടക്കാരായി മാറുന്നതും. ഇത്തരത്തിൽ കാലാവസ്ഥക്കനുസരിച്ച വേഷവിധാനം ഒരു നല്ല മാതൃകയാണെങ്കിലും ലോകത്തിൽ പല നഗരങ്ങളിലും ബ്രിട്ടീഷുകാരുടെ കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും സ്റ്റാൻഡേർഡ് വസ്ത്രധാരണ രീതിയായി സ്വീകരിച്ചതുകൊണ്ട് ബിസിനസ്സുകാർ അവ സ്വീകരിക്കുവാൻ നിർബന്ധിതരായിരിക്കുന്നു. 126 വർഷം മുമ്പ് ചൈന ബ്രിട്ടീഷുകാർക്ക് വാടകയ്ക്ക് കൊടുത്ത ഒരു പട്ടണമാണ് ഹോങ്കോങ്. 100 വർഷത്തേക്കായിരുന്നു ഈ വാടക കരാർ. 100 വർഷം ഒരു ദീർഘമായ കാലയളവാണെന്ന തെറ്റിദ്ധാരണയിൽ ബ്രിട്ടീഷുകാർ ഹോങ്കോങ്ങിൽ ധാരാളമായി പണം നിക്ഷേപിക്കുകയും ചൈന ഈ രാജ്യം തിരിച്ച് ആവശ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ 90 വർഷം പൂർത്തിയായതോടെ ചൈനയുടെ ഒരു കത്ത് ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിക്ക് ലഭിച്ചു. അടുത്ത 10 വർഷത്തിനുള്ളിൽ രാജ്യം ഒഴിഞ്ഞു പോകണമെന്നും ചൈന അധികാരം പിടിച്ചെടുക്കുമെന്നും ഈ കത്തിൽ സൂചിപ്പിച്ചു. എന്നാൽ 90 വർഷം കൊണ്ട് വമ്പിച്ച നിക്ഷേപം ഹോങ്കോങ്ങിൽ നടത്തിയ ബ്രിട്ടീഷുകാർ ഒരു വിധത്തിലും ഈ രാജ്യം ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായിരുന്നില്ല. നയതന്ത്ര ചാനലുകളിൽ കൂടിയും സൈനിക ചാനലുകളിൽ കൂടിയും പലതരത്തിലുള്ള ശ്രമങ്ങളും ഇംഗ്ലണ്ട് നടത്തിയെങ്കിലും 99 വർഷം പൂർത്തിയായതോടുകൂടി ചൈനയുടെ പട്ടാളം ഹോങ്കോങ് അതിർത്തിയിൽ നിലയുറപ്പിച്ചു. അമേരിക്ക അടക്കമുള്ള വൻശക്തികൾ ഇടപെട്ടിട്ടും ഇക്കാര്യത്തിൽ ഒരു മനംമാറ്റം ഉണ്ടാക്കാൻ ചൈന തയ്യാറായില്ല. അങ്ങനെയാണ് 26 വർഷം മുമ്പ് ചൈനയുടെ അഡ്മിനിസ്ട്രേറ്റർ ഹോങ്കോങ്ങിൽ പ്രവേശിക്കുകയും അധികാരം ഏറ്റെടുക്കുകയും ചെയ്തത്. ഹോങ്കോങ്ങിന്റെ ഭരണം ചൈനയുടെ കീഴിലാകുന്നതോടുകൂടി ഇവിടെ വമ്പിച്ച മാറ്റങ്ങളുണ്ടാകുമെന്നും ബിസിനസ് മുഴുവൻ തകർന്നു പോകുമെന്നും നാട്ടുകാർ ഭയപ്പെട്ടു. എന്നാൽ ചൈന ഹോങ്കോങ്ങിനെ ഉപദ്രവിക്കുവാൻ താല്പര്യം കാണിച്ചില്ല. ഹോങ്കോങ്ങിലെ മുതലാളിത്തം അതേപടി നിലനിർത്തുവാനും പുറം ലോകവുമായുള്ള ഒരു പാലമായി ഈ രാജ്യത്തെ ഉപയോഗിക്കുവാനും ചൈന തീരുമാനിച്ചു. 1 country 2 systems എന്നാണ് ചൈന ഇതിനെ വിളിക്കുന്നത്. ചൈനക്കാർക്ക് പുറം ലോകവുമായി ബിസിനസ് നടത്തുവാൻ പാശ്ചാത്യ മാതൃകയിലുള്ള ഒരു ഇടനിലക്കാരനെ ആവശ്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ബ്രോക്കറായി ഈ രാജ്യത്തെ ചൈന മാറ്റിയെടുത്തു. ചൈനയുടെ വരവോടെ ഹോങ്കോങ്ങിലെ ബിസിനസ്സുകൾ തകർന്നു പോകുമെന്ന ഭയം അസ്ഥാനത്തായി. വാസ്തവത്തിൽ ചൈന വന്ന ശേഷം ബിസിനസ് വർദ്ധിക്കുകയാണ് ചെയ്തത്. ചൈനയിലെ നഗരങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷയുടെ ഉപയോഗം വളരെ കുറവാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര ബിസിനസ് ചൈനയ്ക്ക് എപ്പോഴും ഒരു തലവേദനയായി മാറിയിരുന്നു. എന്നാൽ ഹോങ്കോങ്ങിൽ എല്ലാവരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ചൈനയ്ക്ക് പുറം ലോകവുമായി ബിസിനസ് നടത്തുവാൻ ഹോങ്കോങ്ങിനെ ഒരു ഇടനിലക്കാരനായി ഉപയോഗിക്കുവാൻ പ്രത്യേക താല്പര്യം കാണിക്കേണ്ടി വന്നു. ഹോങ്കോങ്ങിലെ ജനങ്ങൾ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല വീടുകളിലും മാതൃഭാഷയായി ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് കൂടുതൽ ഉയർന്ന ജോലി കിട്ടുവാൻ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാവീണ്യം സഹായിക്കുമെന്ന് ഹോങ്കോങ്ങിലെ രക്ഷിതാക്കൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർ മാതൃഭാഷ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം വീട്ടിനുള്ളിൽ ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുന്നത്. ഇത്തരത്തിൽ ഇംഗ്ലീഷ് ഭാഷയെ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ് കേരളത്തിലും നാം കാണാറുണ്ട്.
ഹോങ്കോങ്ങിലെ മിക്കവാറും ആളുകൾക്കൊക്കെ ഇംഗ്ലീഷുകാർ വേറെ തന്നെ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചൈനയുടെ കടന്നുകയറ്റം അതിരുകടക്കുകയാണെങ്കിൽ അവർക്ക് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറുവാൻ ദിവസങ്ങളുടെ ശ്രമം മാത്രമേ ആവശ്യമുള്ളൂ. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹോങ്കോങ് ഉപേക്ഷിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ ആരും താല്പര്യം കാണിക്കുന്നില്ല. അത്രയ്ക്ക് നല്ല ബിസിനസ് അന്തരീക്ഷവും സാമ്പത്തിക വളർച്ചയുമാണ് ചൈന ഭരണം ഏറ്റെടുത്ത ശേഷമുള്ള കഴിഞ്ഞ 26 കൊല്ലത്തെ അനുഭവം കാണിക്കുന്നത്. എങ്കിലും ഹോങ്കോങ്ങിൽ കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്നും ചൈനയുടെ നിയന്ത്രണങ്ങൾ കുറെ കൂടി കുറയ്ക്കണമെന്നും ഹോങ്കോങ്ങുകാർ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. യെല്ലോ അംബ്രല്ല സ്ട്രൈക്ക് പോലെയുള്ള പ്രതിഷേധങ്ങൾ ഹോങ്കോങ്ങിൽ നിരന്തരമായി അരങ്ങേറുന്നുമുണ്ട്. എന്നാൽ ഇത്തരം സമരങ്ങൾ അടിച്ചമർത്താൻ ചൈനയ്ക്ക് എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. ഏഷ്യയിൽ ഏറ്റവും കുറഞ്ഞ നികുതിയുള്ള ഒരു രാജ്യമായി ഹോങ്കോങ് അറിയപ്പെടുന്നു. അതുകൊണ്ട് വിദേശ നിക്ഷേപകർക്ക് ഈ രാജ്യത്തോട് പ്രത്യേകമായൊരു താല്പര്യമാണ്. ഏഷ്യയിലെ രാജ്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്നത് ഹോങ്കോങ് തുറമുഖം വഴിയാണ്. അതുകൊണ്ട് കയറ്റുമതി ഇറക്കുമതി ബിസിനസ്സിൽ കൂടി ഹോങ്കോങ്ങിന് വൻ ലാഭം ഉണ്ടാക്കുവാൻ പറ്റുന്നു. ഈ രാജ്യത്തിൽ വ്യവസായങ്ങളോ കൃഷിയോ ഇല്ല. എന്നിട്ടും വ്യാപാരത്തിലൂടെ മാത്രം അവർക്ക് ഒരു ശക്തമായ സാമ്പത്തിക വ്യവസ്ഥിതി കെട്ടിപ്പടുക്കാൻ പറ്റി. റീറ്റെയിൽ മേഖലയും ഫൈനാൻസ് മേഖലയും റിയൽ എസ്റ്റേറ്റ് മേഖലയും ഹോങ്കോങ്ങിൽ വളരെ സജീവമാണ്. ഇൻഷുറൻസ് മേഖലയും ബിസിനസ് സർവീസ് മേഖലയും എക്സ്പോർട്ട് ട്രെയിനിങ് മേഖലയും ഹോങ്കോങ്ങിൽ നല്ലപോലെ വികസിച്ചിട്ടുണ്ട്. ഈ രാജ്യം കൂടുതലായി കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കും ചൈനയിലേക്കും ഇന്ത്യയിലേക്കുമാണ്. ഹോങ്കോങ് ചെലവേറിയ ഒരു രാജ്യമാണ്. റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് സാധാരണക്കാർക്ക് താങ്ങുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ രാജ്യം മുഴുവൻ തട്ടുകടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹോങ്കോങ്ങിലെ തട്ടുകടകൾ ഹൈടെക് സംവിധാനങ്ങൾ ഉള്ളതും വളരെയധികം വൃത്തിയും വെടിപ്പും ഉള്ളവയുമാണ്. ഹോങ്കോങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം പോസിറ്റീവായി പറയേണ്ടി വരും. എന്നാൽ ഹോങ്കോങ്ങിലെ അക്കോമഡേഷൻ ഈ രാജ്യത്തിൻ്റെ ഒരു നെഗറ്റീവായി എല്ലാവരും എടുത്തു കാണിക്കാറുണ്ട്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ 2 ബെഡ്റൂമുള്ളൊരു വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കും. എല്ലാ രാജ്യങ്ങളിലും അത് എളുപ്പവുമാണ്. എന്നാൽ ഹോങ്കോങ്ങിൽ 2 ബെഡ്റൂമുള്ള വീടോ ഒറ്റ ബെഡ്റൂമുള്ള വീട് പോലുമോ സാധാരണക്കാർക്ക് താങ്ങുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് എല്ലാവരും സ്റ്റുഡിയോകളിലാണ് താമസിക്കുന്നത്. ഹോങ്കോങ്ങിലെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റുകൾ യൂറോപ്പിലെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റുകളുടെ പകുതി പോലും വലിപ്പമുള്ളവയല്ല. ഈ രാജ്യത്തിലെ പാവപ്പെട്ടവർ കൂടുതലും താമസിക്കുന്നത് ക്യാപ്സ്യൂൾ വീടുകളിലാണ്. വൈകുന്നേരം ജോലി ചെയ്ത് ക്ഷണിച്ചു വരുമ്പോൾ നടന്നുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. പുഴുക്കളെപ്പോലെ എഴിഞ്ഞുകൊണ്ട് മാത്രമേ വീട്ടിനുള്ളിൽ പ്രവേശിക്കുവാനും പുറത്തേക്കിറങ്ങുവാനും സാധിക്കുകയുള്ളൂ. അത്രയ്ക്ക് ചെറുതാണ് ഹോങ്കോങ്ങിലെ ക്യാപ്സ്യൂൾ വീടുകളും ക്യാപ്സ്യൂൾ ലോഡ്ജുകളും. എന്നാൽ ദരിദ്രരായ ഹോങ്കോങ്ങുകാരിൽ പലർക്കും ക്യാപ്സ്യൂൾ വീടുകൾ പോലും താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ധാരാളം ഹോങ്കോങ്ങുകാർ ഇൻ്റർനെറ്റ് കഫേകളിൽ രാത്രി ഉറങ്ങുവാൻ നിർബന്ധിതരാകുന്നു. സ്വന്തമായി ഒരു മുറി വാടകയ്ക്കെടുക്കുന്നതിനേക്കാൾ ലാഭമാണ് 24 മണിക്കൂറും ഇൻ്റർനെറ്റ് കഫേ വാടകയ്ക്കെടുക്കുന്നത് എന്ന് ദരിദ്രരായ ഹോങ്കോങ്ങുകാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പല ഇൻ്റർനെറ്റ് കഫേകളിലും കിടന്നുറങ്ങുവാനും ഭക്ഷണം കഴിക്കുവാനും ടോയ്ലറ്റിൽ പോകുവാനുമുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഹോങ്കോങ് ഇപ്പോൾ ചൈനയുടെ ഒരു സംസ്ഥാനമാണ്. എങ്കിലും സ്വന്തമായൊരു പോലീസ് സംവിധാനവും പ്രത്യേകമായൊരു കറൻസിയും വ്യത്യസ്തമായ ഒരു ദേശീയ പതാകയും അവർക്ക് അനുവദിച്ചു നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ 90% സ്വാതന്ത്ര്യം നൽകിയതുകൊണ്ടാണ് ഹോങ്കോങ്ങിൽ വലിയ തോതിൽ ബിസിനസ് നടക്കുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ബെനിഫിഷ്യറി ചൈന തന്നെയാണ്. തണുപ്പ് കാലത്ത് ഹോങ്കോങ്ങിൽ 10 ഡിഗ്രിയിലധികം താഴോട്ട് പോകാറില്ല. ചൂടുകാലത്താണെങ്കിൽ 30 ഡിഗ്രിയിലധികം ചൂട് ഉയരാറുമില്ല. കൊല്ലം മുഴുവൻ നല്ല കാലാവസ്ഥയുള്ള ഒരു രാജ്യമാണ് ഹോങ്കോങ്. എങ്കിലും ഇവിടെ ടൂറിസ്റ്റുകൾ വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. അതിന് കാരണം വളരെ ഉയർന്ന ഹോട്ടൽ മുറികളുടെ വാടകയാണ്. എഴുന്നേറ്റിരിക്കുവാൻ സാധിക്കാത്ത ക്യാപ്സ്യൂൾ ഹോട്ടലുകളാണ് ടൂറിസ്റ്റുകളിൽ പലരും ആശ്രയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ധാരാളം അവാർഡുകൾ നേടിയ ഒരു എയർപോർട്ടാണ് ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതുപോലെ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാന കമ്പനികളിലൊന്നാണ് ഹോങ്കോങ്ങിൻ്റെ വിമാന കമ്പനിയായ കാത്തേ പസഫിക് എയർലൈൻസ്. ധാരാളം അവാർഡുകൾ നേടുവാൻ ഈ വിമാന കമ്പനിക്കും സാധിച്ചിട്ടുണ്ട്. ഏഷ്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലായ്പ്പോഴും സർവീസ് ലഭിക്കുന്ന ഒരു വിമാന കമ്പനിയാണ് കാത്തേ പസഫിക് എയർലൈൻസ്. അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ധാരാളം ഡയറക്റ്റ് ഫ്ലൈറ്റുകളും ഈ വിമാന കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നു.